ഷിക്കാരി ശംഭു അവസാന ഭാഗം. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. രതീഷും ഡ്രൈവർ പ്രവീണും ക്വാർട്ടേഴ്സിലാണ് താമസം. അവിടുത്തെ സൗകര്യങ്ങളൊന്നും തന്നെ അവന് പിടിച്ചിരുന്നില്ല. രതീഷ് ജോയിൻ ചെയ്ത ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും നന്ദിനി ആ പോലീസ് സ്റ്റേഷനിൽ നിത്യസന്ദർശകയാണെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസും കോഴിമോഷണം മുതൽ തുടങ്ങിയ അതിർത്തി തർക്കം വരെയുള്ള നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നങ്ങളുടെ വക്കാലത്തുമായി വെറുതെ സ്റ്റേഷനിൽ കയറിയിറങ്ങുന്ന നന്ദിനിയെയും കൂട്ടാളി ജോസഫിനെയും കൊണ്ട് പൊറുതിമുട്ടി. ഒരു ദിവസം രതീഷ് അവളെ പിടിച്ച് സ്വന്തം കസേരയിലിരുത്തി. അതെ, നീ ഇവിടെ ഇരുന്ന് വെച്ചേ, അതാണല്ലേ കഴിഞ്ഞ ഒരാഴ്ച എനിക്കിട്ട് പണി തരിക എന്നാണല്ലോ നിന്റെ പ്രധാന പണി. അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നിനക്ക് എന്തിന്റെ കേടാ വെച്ചേ? കാണാതെ പോയി കോഴിയെ പിടിക്കൽ, ആരോ വെട്ടിക്കൊണ്ടുപോയി വാഴക്കുല കൊണ്ടിടിക്കലല്ല പോലീസിന്റെ പണി. കസേരയുടെ ഇരുവശത്തും പിടിമുറുക്കി തന്റെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തി നിൽക്കുന്നവൻ അവളൊന്ന് ഇരുത്തി നോക്കി. ശേഷം അവന്റെ നെഞ്ചിൽ ഇരുകൈ അമർത്തി തള്ളി മാറ്റി അവൾ ചാടി എഴുന്നേറ്റു. എസ് ഐ സാറിനോട് ഞാൻ കോഴിയെ തപ്പിപ്പിടിക്കാനോ വാഴക്കുല കണ്ടുപിടിക്കാനോ അല്ല പറഞ്ഞു, ഇതൊക്കെ കട്ടുകൊണ്ട് പോകുന്നതിനെ കണ്ടുപിടിക്കാനാ. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതാ ജോസേന്റെ കൂടെ ദിവസം കയറി ഇറങ്ങുന്നത്. അല്ലാതെ സാറിന് തിരുമുഖം കാണാനില്ല. ശരിയാ, മുമ്പ് എന്നെ രക്ഷിച്ച പോലെ എപ്പോഴും ചക്ക വീണ മൊയിൽ ചാകണമെന്നില്ല അല്ലേ ശിക്കാരി ശംഭു? അവസാന വാചികൾ വളരെ പതിയാണ് പറഞ്ഞ്. അതെന്താടി അവസാനം നീ ബാസ് കുറച്ച്? ഞാൻ കേൾക്കാൻ പാടില്ലെങ്കിൽ പിന്നെ വിളിക്കാതിരുന്ന പോലും ഉണ്ടക്കണ്ണി. രണ്ടക്ഷരം പഠിച്ചതിന്റെ അഹങ്കാരം നീ കാണിക്കുന്നത് എനിക്കറിയാം. പക്ഷേ മോളെ, നീ രതീഷിനെ കാണാനിരിക്കുന്നേ ഉള്ളൂ. ചുമ്മാ കൊച്ചിനെ കളിയാക്കേണ്ട രതീഷ് സാറേ. നന്ദിനി കൊച്ചി രണ്ടക്ഷരം പഠിച്ചുകൊണ്ട് തന്നെയാ ഞാൻ അവളെ കൂടെ കൂട്ടിയിരിക്കുന്നത്. നന്ദിനിക്ക് വക്കാലത്തുമായി ജോസ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ല ജോസേട്ടാ, ഞാൻ എന്തിനാ ഇയാളെ കാണണം? ആവശ്യത്തിന് ഷോകാട്ടി സാറ് നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടല്ലോ. എസ് ഐ സാറ് വലിയ ധൈര്യശാലിയെന്നാ നാട്ടുകാരുടെ വിചാരം. വിദ്യാഭ്യാസം വിവരമില്ലാത്ത ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പറഞ്ഞു പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ നന്ദിനി അതുപോലെ പറ്റിക്കാൻ കഴിയുന്ന സാറ് സ്വപ്നം കാണണ്ട. നിങ്ങൾക്ക് പറ്റിയ പേര് തന്നെയാണ് ഞാൻ ഇട്ട്, ഷിക്കാരി ശംഭു എന്ന്. അവൻ എന്തോ കൂടി പറയാൻ വന്നു. പെട്ടെന്നാണ് ലാൻഡ് ഫോൺ ശബ്ദിച്ച്. നന്ദിനിയെ ഒന്ന് ഇരുത്തി നോക്കി ടേബിൾ ചാരിന്ന് രതീഷ് ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ, സബ് ഇൻസ്പെക്ടർ രതീഷ് ഹിയർ. വാട്ട്? പുഴയിൽ ശവോ? ശിവനെ, ശവം? രതീഷ് ഒരു തളർച്ചയോടെ ചെയറിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും ഡ്രൈവർ പ്രവീൺ അവിടേക്ക് ഓടിപ്പാഞ്ഞു വന്നിരുന്നു. അത് കാണാൻ അബ്ദുള്ളയും മറ്റു പോലീസുകാരൊക്കെ ഓഫീസ് റൂമിലേക്ക് തള്ളിക്കയറി. രജിസാറേ, കയ്യിന്ന് പോയി. കഴിഞ്ഞ തവണ നിന്റെ കാലിന്നാണല്ലോ പ്രവീണ പോയത്. എന്നിട്ട് ഈ കുരിപ്പ് അവിടെ വാലുവിന്റെ തലയിലായി. ഇനി കയ്യിന്ന് പോയത് എന്താണാവോ? ചോദിക്കുമ്പോൾ രതീഷിന്റെ മുഖത്തെ നിസ്സഹായ ഭാവം കാണെ നന്ദിനി ചുണ്ടി കൂട്ടിപ്പിടിച്ച് ഇരി കടിച്ചമർത്തി. കണ്ണാടിപ്പുഴയിൽ അജ്ഞാത ശവം. വന്നു കയറി അതേ വെപ്രാളത്തോടെ തന്നെ പ്രവീൺ പറഞ്ഞൊപ്പിച്ചു. ഫോൺ വഴി കേട്ട കാര്യം ഇത് തന്നെ ആയതുകൊണ്ടും ഒരിക്കൽ കൂടി ഞെട്ടാൻ വയ്യാത്തതുകൊണ്ടും രതീഷ് ഞെട്ടാതെ പിടിച്ചു നിന്നു. അജ്ഞാതരാണെന്ന് ശവം വന്ന് പറഞ്ഞായിരുന്നോ? അതാരെങ്കിലും ഒന്ന് പോയി നോക്കിയാലല്ലേ അറിയൂ. നന്ദിനി റൂഫിലേക്ക് നോക്കി ആരോടൊന്നില്ലാതെ പറഞ്ഞു. അബ്ദുള്ള നന്ദിനിയെ നോക്കി അപേക്ഷിക്കും പോലെ മിണ്ടാതിരിക്കാൻ ആംഗ്യം കാട്ടി. ഒരാവശ്യമില്ലാതെ പോലീസുകാർ അടച്ചാക്ഷേപിക്കും പോലെ ജോസ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. രജിസാറെ കാര്യമൊന്നുമല്ല, കണ്ണാടിപ്പോയുടെ കരയിലൊരു വലിയ ആൽമരമുണ്ട്. അതിനപ്പുറം മഞ്ചാടിക്കാവുന്ന പ്രദേശം. ശവം ഇപ്പോൾ ഉള്ള ആൽമരത്തിന്റെ അപ്പുറം. പ്രവീൺ വിശദമായി പറഞ്ഞു. ഹോ, രക്ഷപ്പെട്ടു. നമുക്ക് എന്തോ പറയാൻ വന്നവൻ നന്ദിനിയെ നോക്കി ചെറുവിന് ചാടി എഴുന്നേറ്റു. അയ്യടി, അവള് നോക്കിക്കുക. നമ്മുടെ വായിന്ന് വല്ല വീണ്ടും വേണം ഇവൾക്ക് നാട്ടുകൂട്ടം കൂടാൻ. ഇറങ്ങിപ്പോടി നിന്റെ സർപ്പഞ്ചിനെ വിളിച്ചോണ്ട്. ഇനി പരാതിപ്പെട്ടിയായിട്ട് മോള് നാളെ വാ. രതീഷ് കൊച്ചുകുട്ടികളെ പോലെ വഴക്കടിക്കുന്നതാണ്. നന്ദിനിക്ക് എന്തോ അതൊക്കെ കണ്ട് ശരിയാണ് വന്ന്. ശരി, ആയിക്കോട്ടെ, ഞാൻ പോയേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പുഴയിൽ നല്ല ഒഴുക്കാ. ആൽമരം താണ്ടി ശവം നമ്മുടെ അതിർത്തിക്കുള്ളിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളാൻ കഴിയില്ല. എന്നാൽ എസ് ഐ സാറ് കുറെ വിയർക്കും ജോസും പറഞ്ഞു. നന്ദിനിയെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യത്തിൽ രതീഷ് തലയിൽ കൈവച്ച് നിന്ന് കറങ്ങി. ഓ അബ്ദുക്ക, ഇവളെ ഞാൻ ആ ലോക്കപ്പി കയറ്റി. ചേച്ചേ പറയില്ലേ സാറേ? അബ്ദുള്ള ചെവിത്തി. ഓ അതല്ലിക്ക, ലോക്കപ്പിലിട്ട് രണ്ട് പൊട്ടിക്കിടുന്നാ ചോദിച്ചേ. അയ്യടാ, പൊട്ടിക്കാൻ സാധിക്കും, വാ, ഞാൻ മിണ്ടാതെ നിന്നേരാം. ആ നിന്നേരാം വീറോടെ നന്ദിനി പറഞ്ഞു. ജോസ് വീണ്ടും അതിനറ്റം പിടിച്ചു. വേറെ നിവൃത്തിയില്ലാതെ അബ്ദുള്ള അവൾക്ക് മുമ്പിൽ വന്ന് നിന്ന് തൊഴുതു. നന്ദിനി കുടിപ്പച്ചല്ലേ, സാറാകെ ചൂടില്ല. ഞങ്ങൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടോട്ടെ പ്ലീസ്. ജോസേ, നിനക്ക് വായിക്കാൻ എഴുതാൻ അറിയില്ലാന്ന് എഴുതി ഈ കൊച്ചിനെയും കുട്ടികളെ നാടുകളിൽ നിനക്ക് നല്ലതിനല്ല. അതെങ്ങനെ വോട്ട് ചെയ്ത് നിന്നൊക്കെ ജയിപ്പിച്ച് ഞങ്ങളെ പറഞ്ഞാൽ മതി. അബ്ദുക്ക, ജോസേനെ വഴക്ക് പറയണ്ട. അബ്ദുക്ക പറഞ്ഞോണ്ട് ഞാനിപ്പോൾ പോവാ. ഡെഡ് ബോഡി നമ്മുടെ ബോർഡിലെത്താൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. കോഴി കേസും വാഴക്കുല കേസും മാത്രം അന്വേഷിച്ചുകൊണ്ടിരുന്ന ധീരനായ നമ്മുടെ എസ് ഐ സാറിന്റെ ബോർഡി അങ്ങ് മാറി കിട്ടും. സ്പോട്ടിൽ ഞാനുണ്ടാകും. വരട്ടെ. ഒരു ചിരിയോടെ നന്ദിനിയും ജോസഫും പോലീസ് സ്റ്റേഷനെ പടിയിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി കസേരയിലേക്ക് തളർന്നു വീണു രതീഷ്. ഇതേ പിടിക്ക്, ആഞ്ഞു കുത്തിക്കോ. ആൽമരം കടക്കരുത്. ഹോ, നേരെ പിടിക്കടാ. ബോർഡർ താണ്ടി ആൽമരം കടന്നു വരുന്ന ശവം വലിയ മുളവടി കൊണ്ട് കുത്തി അപ്പുറത്തേക്ക് ഇടുകയാണ് PC ഗണേശനും ഡ്രൈവർ പ്രവീണും അബ്ദുള്ളയും. ആൽമരത്തിനപ്പുറം നിൽക്കുന്ന മഞ്ചാടിക്കാവ് പ്രദേശത്തെ എസ് ഐയും സംഘവും ശവം തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഒഴുക്കി വിടുന്നതാണ്. രതീഷും കൂട്ടരും പരസ്പരം നോക്കി കണ്ണുമിഴിച്ചു. തോന്നിയാസം കാണിക്കരുത്. ധൈര്യം ഉണ്ടെങ്കിൽ മരിച്ചവരുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. ശവം നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഒഴുകി വന്ന്
അബ്ദുള്ള ഉറക്കി വിളിച്ചു പറഞ്ഞു. അതെന്താണോ അബ്ദുള്ളക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ? അപ്പൊ കൊന്നു താനാണോ? ആരുടെ പോലീസ് പരിധിയിൽ വരണമെന്ന് ശവം തീരുമാനിക്കട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വിടുവാണേ. അവിടുന്ന് ഉച്ചത്തിൽ മറുപടി വന്നു. പുഴയിലെ ശക്തമായ ഒഴുക്ക് കാരണം അവസാനം ശവം പൂർണ്ണമായി നമ്മുടെ കണ്ണാടിക്കാട്ടിൽ തന്നെ വന്ന് പെട്ടു. അക്കരെയുള്ള പോലീസുകാരുടെ കൂലിന് മുമ്പിൽ പിടിച്ചെടുക്കാൻ കഴിയാതെ നമ്മുടെ രതീഷും കൂട്ടരും തോറ്റ് പിൻവാങ്ങി. ശവത്തെ ഒരു നോക്ക് കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി വാൾ വെക്കുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ SI രതീഷിന് നേരെ ഒരു ബോട്ടിൽ വെള്ളം നീട്ടി നന്ദിനി. ദാ കുടിച്ചോ, ഒത്തിരി ക്ഷീണിച്ചല്ലേ? മോളെ നന്ദിനി, നീ ഇതുപോലെ എൻ്റെ മുമ്പിൽ കിടന്ന് ക്ഷീണിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നീ വെള്ളം കുടിച്ച് പൊണ്ടാറടങ്ങുന്ന കാഴ്ച എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കാണും. നന്ദിനിയുടെ മുഖത്ത് നല്ല വെളുത്ത് തുടത്തി ചുമന്ന പുച്ഛമാണ്. ഡെഡ് ബോഡിക്ക് എത്ര ദിവസം പഴക്കമുണ്ട്? പുഴയിൽ നല്ല ഒഴുക്ക, പോരാത്തിന് രാത്രി ആവാറായി. ഇനി ബോഡി അക്കരയ്ക്കെത്തുന്ന ചടങ്ങ് നാളെ നടക്കുള്ളൂ എന്നാ തോന്നുന്നു. അപ്പൊ എന്ത് ചെയ്യും? SI സാർ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകും. അവന്റെ അലർച്ചയൊന്നും ഇങ്ങനെ ഏറ്റില്ല. നന്ദിനിയുടെ കരിനാക്ക് അറം പറ്റി. ശരിക്കും അതൊരു അജ്ഞാത ജനം തന്നെയായിരുന്നു. അതൊരു സ്ത്രീയുടേത്. വെള്ളപ്പാച്ചിൽ പെട്ട് ഒഴുകി വന്നതായിരുന്നു. എന്തായാലും ഈ 2 ഗ്രാമങ്ങളിലുള്ളവളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ SIയുടെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഫർദർ പ്രൊസീജിയേഴ്സിനായി കാത്തിരിക്കുകയാണ് രതീഷ്. പക്ഷേ മഴ കാരണം പുഴയിൽ അനിയന്ത്രിതമായി ഒഴുക്കുകൂടിയിരുന്നു. ഡെഡ് ബോഡി അക്കരെ കൊണ്ടുപോകാൻ കഴിയാതെയായതും ഒരു നൈറ്റ് സംഭവസ്ഥലത്തിനെ സൂക്ഷിക്കാൻ മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. എനിക്ക് പറ്റില്ല അബ്ദുക്ക, ഒന്നുമില്ലെങ്കിലും ഞാൻ SI അല്ലേ. ഈ ഡെഡ് ബോഡിക്കടുത്ത് ഒരു രാത്രി മുഴുവൻ ഞാൻ കാവലിക്കാനോ, അതും ഒറ്റക്ക്? ഇന്ന് രാത്രി മുഴുവൻ ഡെഡ് ബോഡിക്ക് കാവൽ നിൽക്കണമെന്നുള്ളതിനാൽ ധീരനായ രതീഷിന്റെ തലയിൽ ചുമതല അടിച്ചേൽപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കിയാണ് അബ്ദുള്ളയും കൂട്ടരും. സാറിനും പേടിയോ? ആ ഗുണ്ടബിനുവിന് ഒറ്റക്ക്? മതി മതി മതി, ഈ പേരും പറഞ്ഞ് വരുന്നേ പോകുന്ന ഏണികൾ മുഴുവൻ എൻ്റെ ഒരൊറ്റാളുടെ തല്ലിൽ കെട്ടിയൊക്കെയുള്ള ശുഷ്കാന്തി ഉണ്ടല്ലോ. ഇനി അത് നടക്കില്ല. അബ്ദുള്ള സീനിയർ അല്ലേ, ഈ ബോഡി കാവൽ നിങ്ങൾ നിന്നാ മതി. കൂട്ടിന് പ്രവീണ് നിൽക്കും അല്ലേ പ്രവീണേ? അബ്ദുള്ളയെ ഫിക്സ് ചെയ്ത് രതീഷ് പ്രവീണിനെ തിരിഞ്ഞു. ഞാനോ? എനിക്ക് പറ്റില്ല. മാലയോ? മാലന്നെ, മാലക്കണ്ണ്. എനിക്ക് മാലക്കണ്ണ, രാത്രി കണ്ണുണ്ടോ? പ്രവീൺ വായിൽ വന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു. ശരിയാ സാറേ, അവന് മാലക്കണ്ണ. സാറേ, എനിക്ക് മൂലക്കുരുവാ, രാത്രി മരുന്നഴിക്കാനുള്ളതാ. പോരാത്തനി വലിയ പാത്രത്തിൽ ചൂടുപ്പൊള്ളം നിറച്ച് അതിന് മുകളിൽ കുണ്ടി മുങ്ങിയിരിക്കണം, എന്നാലേ മൂലക്കുരു മാറും. അബ്ദുള്ളയും പറഞ്ഞൊഴിഞ്ഞു. മൂലക്കുരു മാലക്കണ്ണ്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇതൊരുമാതിരി നന്മ നിറഞ്ഞ ശ്രീനിവാസൻ സിനിമ സീൻ പോലെ ഉണ്ടല്ലോ. ഇത് കേൾക്കുന്നവരെന്ത് കരുതും? ഉറപ്പായും കമന്റ് വരും. അവരാരൊന്നും കരുതില്ല, അവർക്ക് വിവരമുള്ള കൂട്ടത്തില്ല. ഇക്കൊക്കെ അവരെ കുറിച്ചൊന്നും അറിയില്ല. എല്ലാ കഥകളും അരച്ചു കലക്കി കുടിച്ച ഭീകരന്മാരും ഭീകരികളുമാ. അറിയണമെങ്കിൽ ഉച്ചക്ക് ഒരു 1:30 താഴെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി. അല്ല, നമുക്ക് ഈ ബോഡി അബ്ദുഖാന്റെ വീട്ടിൽ കൊണ്ടുപോയാലോ? എന്റെ വീട്ടിലേക്കോ? സാർ എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ നിയമവിരുദ്ധ. അബ്ദുള്ള വെപ്രാളത്തോടെ പറഞ്ഞു. അപ്പൊ ഈ നടക്കുന്നൊക്കെ സാധാരണ ആണല്ലോ, അത് ഈ കാലഘട്ടത്തില്. അതൊക്കെ ഓരോ സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോകുന്നല്ലേ. പുഴയിൽ ഒഴുക്ക് സാറും കണ്ടല്ലേ, പോരാത്തിന് രാത്രി. അത് വക വെക്കാതെ ബോഡി അക്കരെ കൊണ്ടുപോകാൻ ശ്രമിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഈ ബോഡിക്ക് എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും. നാളെ എന്തായാലും അക്കരെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടിയെല്ലാം പൂർത്തിയാക്കി അജ്ഞാത മൃതദേഹം എന്ന പേരിൽ മോർച്ചയിൽ സൂക്ഷിക്കും. പത്രത്തിൽ വാർത്ത കൊടുത്തിട്ട് ആരും അന്വേഷിച്ചു വന്നാൽ ഈ ബോഡി നശിപ്പിക്കും. അതോടെ ഈ കേസ് കഴിഞ്ഞു. പക്ഷെ ഇന്നത്തെ ഒരു രാത്രി കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നെങ്ങാൻ ഈ ബോഡി മിസ്സായ പിന്നെ കേസ് വേറെയാ. അത് SI എന്ന നിലയിൽ സാറിന് മാത്രമേ ബാധിക്കുകയുള്ളൂ, അത് മറക്കണ്ട. അബ്ദുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു. രതീഷ് എത്ര അലറിയിട്ടും ഒന്നും വിലപ്പോയില്ല. അവനൊറ്റക്കാക്കി മൂലക്കുരുവും മാലക്കണയും നൈസായിട്ട് സ്ഥലം വിട്ടു. കണ്ണാടിപ്പുഴയുടെ തീരത്തൊരു കസേരയിൽ ടോർച്ച് ലൈറ്റും മിന്നിച്ച് തലയും താടിയും ചേർത്ത് കെട്ടി ശവത്തിനെ പോലെ രതീഷ് ശവത്തിന്റെ കൂടെ ഇരുപ്പുറപ്പിച്ചു. പുഴയിൽ നിന്ന് വരുന്ന കാറ്റിന് പോലെ ഏതോ ഗുഹയിൽ നിന്നെന്ന പോലെ ഭയപ്പെടുത്തുന്ന ശബ്ദമാണ്. കുയിലിവരൊരാവശ്യമില്ലാതെ വന്നിരുന്ന് കൂവി അർമാദിച്ചു. ഈ കിളിക്ക് മുഴുത്ത ഭ്രാന്ത. നിർത്തടി അഴിഞ്ഞാട്ടക്കാരി നിന്റെ പാട്ട്. ഇങ്ങനെ കടന്നു പോവാൻ നട്ടപ്പാതിരിക്ക് നിന്റെ മറ്റവൻ നിൽക്കുവാണോടി? രതീഷ് കുയിലിന്റെ വരെ മറ്റവനെ വിളിച്ചു. പാവം പേടിച്ചിട്ടാ. അർജുനൻ പൽകുനൻ പാർത്തൻ. ആരാടാത്? അർജുനൻ പൽകൂനൻ പാർത്തൻ വിജയനും വിശ്രുതമായവൻ പിന്നെ കിരീടിയും. ചുറ്റും ടോർച്ച് കളിച്ചോക്കി മന്ത്രം പറയുന്നതിനിടയിൽ ആരെയോ വിരട്ടും പോലെ ഒച്ചയുണ്ടാക്കുന്നുണ്ട് രതീഷ്. ആദ്യമൊക്കെ ആ ഭാഗത്തേക്ക് നോക്കാതിരുന്നെങ്കിലും എപ്പോഴും അവന്റെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. രതീഷേ, ഉറങ്ങുവാണോ? നമുക്ക് വല്ലതും മിണ്ണിയും പറഞ്ഞിരിക്കാം. ചെറുമയക്കത്തിലേക്ക് വഴുതി വീണ രതീഷിന്റെ അടുത്തായി ചമ്രം പിടിഞ്ഞിരുന്നോട് ശവൻ ചോദിച്ചു. അലറി വിളിച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചോർന്ന് രതീഷ് സ്വപ്നായിരുന്നോ? അല്പനേരം കഴിഞ്ഞതും ഒരു കാറ്റ് വീശി ശവത്തിൽ മൂടിയിരുന്ന വെളുത്ത തുണി തെന്നിമാറിയതും ശവത്തിന്റെ മുഖം രതീഷിന് മുമ്പിൽ വെളിവായി. രതീഷ് ഭയം കൊണ്ട് വിറച്ചുകൊണ്ട് കസേരയിൽ എഴുന്നേറ്റ് പതിയെ ശവത്തിനടുത്തേക്ക് നടന്നു. തുണിയിൽ കൈ നീട്ടി എത്തിപ്പിടിച്ച് മൂടാനാഞ്ഞതും പുറകിൽ കരിയിലൊക്കെ ഇങ്ങനെ ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയവൻ ആ കാഴ്ച കണ്ട് പേടിച്ച് പറിച്ച് പുറകിലേക്ക് വീണുപോയി. ആദ്യം നിലവിളിച്ചെങ്കിൽ ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കിയെന്ന് കാണുന്നത് വെളുത്ത വസ്ത്രധാരിയ ഒരു പുരുഷ പ്രേതത്തെയാണ്. അതും ചങ്ങാടത്തിൽ നിന്നും കയറിപ്പോകുന്നു. പെട്ടെന്ന് ആ രൂപം നിന്നു.
ആരാന്നല്ലേ ചോദിച്ച്? ഒരിക്കൽ കൂടി ചോദിച്ചും പെട്ടെന്ന് ആ രൂപം നടത്തതിന്റെ വേഗത കൂട്ടി. രതീഷ് അവിടേക്ക് ടോർച്ച് വെളിച്ചം കാണുന്നു. ഒരു ജോഡി ഹവായി ചപ്പലാണ്. വീണ്ടും ഒരു നിലവിളിയോടെ രതീഷ് ബോധം കിട്ടും മലനടിച്ച് വീണു. നല്ല പരിചയമുള്ള ശബ്ദം. ഒന്നുകൂടെ കേൾക്കാൻ എന്താ വഴി? പോയി വിളിച്ചുണർത്തി ഒന്നുകൂടെ പേടിപ്പിച്ചാലോ? നമ്മുടെ കുഞ്ഞുമോൻ രതീഷ് ഇറക്കുന്ന ഭാഗത്തേക്ക് അടിവച്ചടിച്ച് നടന്നു. കണ്ണും തുറിച്ച് മറന്നെടുക്കുന്ന രതീഷിനെ കാണേ കുഞ്ഞുമോൻ അമ്പരുന്നു. ഓ മൈ ഗോഡ്, രതീഷ് ബ്രോ! രതീഷേ, രതീഷേ, ഉണരൂ രതീഷേ, ഇത് ഞാനാ, ട്രെയിനിൽ പരിചയപ്പെട്ടില്ലേ? കുഞ്ഞുമോൻ കുലുക്കി വിളിച്ചാൽ തുറിച്ച കണ്ണുകളോടെ തന്നെ രതീഷ് യാന്ത്രികമായി എഴുന്നേറ്റിരുന്നു. രതീഷേ ബ്രോ, ഇത് ഞാനാ, ട്രെയിനിലുണ്ടായിരുന്ന കുഞ്ഞുമോൻ. ഹൈ ഫൈ. അടുത്തവരേത് വന്നാ ഞാൻ വെടിവെക്കും. പറഞ്ഞ ശേഷം കൈ തോക്ക് പോലെയാക്കി കുഞ്ഞുമോന്റെ നെഞ്ചിൽ ചേർത്ത് സ്വയം വായ കൊണ്ട് വെടിശബ്ദം പുറപ്പിച്ചു രതീഷ്. അയ്യോ, ഞാൻ ചത്തേ! ഇടതുമാറിനെ ഇരുകൈകളാൽ പൊത്തിപ്പിടിച്ച് നിലത്തിടന്ന് വീരമൃത്യു വരിക്കാൻ പിടയുന്നവന്റെ അടുത്തേക്ക് രതീഷ് പതിയെ പോയി നോക്കി. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അയ്യോ കുഞ്ഞുമോൻ, കുഞ്ഞുമോനെ, നീ നായോ? നീയായിരുന്നോ? കുഞ്ഞുമോൻ പതിയെ എഴുന്നേറ്റിരുന്നു. അതല്ലേ മനുഷ്യൻ ഞാൻ മലയാളത്തിൽ പറഞ്ഞേ, ഐ ആം കുഞ്ഞുമോൻ. അപ്പൊ ഞാൻ ചത്തില്ലേ? പറഞ്ഞുകൊണ്ട് രതീഷിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കുഞ്ഞുമോൻ. ഒന്ന് യാത്ര പോലും പറയാതെ ട്രെയിൻ വിടേണ്ടി വന്നതിന്റെ പരിഭവങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് ഇരുവരും. അതൊക്കെ പോട്ടെ ബ്രോ, ഇതാരെയും മൂടിപ്പോച്ച് കിടക്കുന്നത്. രതീഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണോ? എന്തൊരു ഉറക്കാണ്. കൂർക്കം വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഹലോ ബ്രോ, എഴുന്നേറ്റ്. ഹൈ, ഈ തണുപ്പത്തി ഇത് എന്തൊരു ഉറക്കാണ്. കുഞ്ഞുമോൻ നേരെ പോയി ശവത്തെ കുലുക്കി വിളിച്ചു. കുഞ്ഞുമോനെ, അവൾ ഉണരില്ല, ഇങ്ങ് പോര്. ഓ ഡിയാ, വാശിക്കാരിയാണോ? കൊക്കെ എത്ര കുളം കണ്ടതാ. ആ പുതപ്പിനുള്ളിൽ ഈ ഉള്ളവനൊരിടം തന്നാൽ ഈ തണുപ്പിലും ചേട്ടൻ മോൾക്ക് ചൂട് പകർന്നു തരാം മോളൂ. തങ്കഭസ്മക്കൂറിയിട്ട് തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. അവിടെ തണുപ്പ് നീ കൂട്ടിയാ കൂടില്ല, അതൊരു ഡെഡ് ബോഡിയാ. ഞാനാ കാവല്. ഡെഡ് ബോഡിയാണോ? നല്ല പേര്. ഒരേ എങ്ങനെയോടെ കുഞ്ഞുമോൻ ശവത്തിനടുത്തേക്ക് തന്നെ വീണു. ശവം? കുഞ്ഞുമോനെ, കുഞ്ഞുമോനെ, ദൈവമേ, എന്നെ കൂടി ഒന്ന് ബോധം കെടുത്തി തരുമോ? രതീഷ് സാറേ, ഈ കട്ടനം കുടിച്ച് ചൂട് കട്ടൻ ചെല്ലുമ്പോൾ ഈ പനിയൊക്കെ അങ്ങ് വിട്ടുമാറും. രാത്രി മുഴുവൻ മഞ്ഞുകൊണ്ട് തന്നെയാ. എന്തായാലും നന്നായി. നാട്ടുകാർ മൊത്തം ഇതാ ചർച്ച. ഒരു രാത്രി ഒറ്റയ്ക്ക് ശവത്തിന് കാവലിരിക്കുന്ന SI സാറ് കണ്ണാടിക്കാണിന്റെ കണ്ണും കരളും ലിവറും ബോട്ടിയായി കഴിഞ്ഞു ഒറ്റ രാത്രി കൊണ്ട്. ഉടുത്തിരുന്ന ലുങ്കിയാൽ മുലക്കച്ച കെട്ടി ബെഡിലിരുന്ന് പനി പിടിച്ച് വിറക്കുകയാണ് രതീഷ്. ലൊക്കേഷൻ നമ്മുടെ അബ്ദുള്ളയുടെ വീടാണ്. കയ്യും കാലും അടിച്ചോടിച്ച പോലെ കിടന്നുറങ്ങിയാണ് കുഞ്ഞുമോൻ. അബ്ദുള്ള കൊണ്ടുകൊടുത്ത ചൂട് കട്ടൻ ഊതി കുടിക്കുന്നതിനിടയിലാണ് വാതിൽക്കിലെ രൂപം തന്നെ നോക്കി നിൽക്കുന്നവൻ കാണുന്നു. ചുണ്ട് കൂട്ടിപ്പിടിച്ച് ഇരികടിച്ചമർത്തി നിൽക്കുന്ന നന്ദിനിയെ കാണെ കട്ടന്റെ ഗ്ലാസ് നിലത്തേക്ക് വെച്ചുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. ആളുടെ മുന്നിലേക്ക് വന്നിന്ന് മുലക്കച്ച കെട്ടി വെച്ചിരുന്ന ലുങ്കി അല്പം താഴ്ത്തി കൊടുത്ത ശേഷം അത് മടക്കി കുത്തിയവൻ. അത്രയും അടുത്തു വന്ന് നിൽക്കുന്നവന്റെ നഗ്നമായ നെഞ്ചിൽ നിന്ന് വമിക്കുന്ന പനിച്ചൂട് അവളിലേക്കും പടരും പോലെ തോന്നി നന്ദിനിക്ക്. അവനിൽ നിന്ന് നോട്ടം മാറ്റി പതർച്ച മറച്ചു പിടിച്ചിരുന്നു അവൾ. എന്താടി, കളിയാക്കാൻ തോന്നുന്നുണ്ടോ? ഒരു രാത്രി മുഴുവൻ ഡെഡ് ബോഡിക്ക് കാവൽ നിന്ന് നീ പറയാറുള്ള എൻ്റെ ശിക്കാരി ശംഭുവിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വന്ന് നിൽക്കുക ഈ SI രതീഷ്. വിറച്ചിട്ട് പാടില്ല. ഇപ്പൊ നീ വായ തുറന്ന് എന്നിൽ നിന്ന് നല്ലൊന്നും നീ പ്രതീക്ഷിക്കണ്ട. ഇതുവരെ ഇല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു കുളിരുന്ന അവന്റെ സ്വരത്തിൽ. പക്ഷെ ഇത്തവണ നന്ദിനി അവനെ പാടെ അവഗണിച്ചുകൊണ്ട് അബ്ദുള്ളക്ക് നേരെ തിരിഞ്ഞു. അബ്ദുക്ക, ചായപ്പിലും ഒരു വാടക ഇറങ്ങി സമ്മതം. പിന്നെ ഇക്ക പറഞ്ഞ 2 നേരം ഭക്ഷണം കൊടുക്കാം. വാടക കൂടുതൽ വേണമെന്നേ ഉള്ളൂ. നാളത്തിന് ആളോട് വരാൻ പറഞ്ഞോളൂ. ഞാനത് പറയാനാ വന്ന്, അല്ലാതെ വേറൊന്നിനുമല്ല. അവസാനം രതീഷിനെ നോക്കിയാണ് അവളത് പറഞ്ഞ് അവസാനിപ്പിച്ച്. നന്നായി. ആള് വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന രതീഷ് സാർ തന്നെയാ. കോട്ടേഴ്സിൽ ചെയ്യുന്ന രതീഷ് സാറിന് മടുത്തു. വീടും അമ്മയൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറയണ കേട്ടപ്പോൾ കഷ്ടം തോന്നി. എന്തായാലും ഒരു SI വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ധൈര്യം. രാമേട്ടും നന്ദിനി മോൾക്ക് സമാധാനമായിട്ട് കഴിയാം. അബ്ദുള്ള പറയുമ്പോൾ നന്ദിനി രതീഷിനെ നോക്കി താളത്തിലൊന്ന് തലയാട്ടി. ഓവ്, ആർക്കാ ധൈര്യം എന്ന് കണ്ടറിയാം. പറഞ്ഞുകൊണ്ട് അവൾ മുറി വിട്ടാണെന്നും രണ്ടും കൽപ്പിച്ച് അവനും പുറകെ ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങിയവിടെ കൈ കയറി പിടിച്ച് രതീഷ്. എന്താടി നിനക്ക് കണ്ടറിയണ്ട്? ഈശ്വരാ, വറച്ചിട്ട് നിൽക്കാം. ശാവത്തിന് കാവൽ നിന്നപ്പോൾ കിട്ടിയ ധൈര്യം പ്രവൃത്തിയിലൂടെ കാണിക്കും. അല്ലാതെ എൻ്റെ അടുത്ത് ഇറക്കണ്ട. SI സാറിന് ആള് മാറിപ്പോയി. പതിരിപ്പോയന്റെ വീർത്ത മുഖം കാണാൻ ഇവിടെ ചുണ്ടിലൊരു കുസൃതി ചിരി മുട്ടിട്ടു. പിന്നെ നേരത്തെ വീട്ടിലേക്ക് വന്നാൽ നല്ല ചുക്കാപ്പി ഉണ്ടായിത്തരാം. ഈ പനിമാരി പുറത്തേക്ക് ഇറങ്ങണ്ട. ചിലപ്പോൾ നാട്ടുകാരുടെ വക സ്വീകരണം ഉണ്ടാവും. അവന്റെ കൈ വിടുവിച്ച് അവൾ മുന്നോട്ട് കടന്നു നീങ്ങി. അവൾ പോകുന്ന നോക്കി അല്പനേരം അവനും അങ്ങനെ നിന്നു. അന്ന് രാത്രി നടക്കാനിറങ്ങിയതാണ് രതീഷും കുഞ്ഞുമോനും. അപ്പൊ നിന്റെ അശ്വതി അച്ചു ഇവിടെ എവിടെയാവുള്ളു? ഇവിടെ ഉള്ളവരെല്ലാം പാവങ്ങളാ. 17 ചതിച്ച പോലെ അവളെയും ചതിക്കാനാണ് ബാങ്കി. മോനെ കുഞ്ഞുമോനെ, ഈ SI രതീഷിന്റെ വേറെ മുഖം നീ കാണും. രതീഷിന്റെ ഭീഷണി കേട്ട് കുഞ്ഞുമോൻ നിരാശയോടെ അവനെ നോക്കി. ബ്രോ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ പ്രേമിച്ച് 17 വരെ എന്നെയാ തേച്ചിട്ട് പോയത്. ഞാൻ അവരെയില്ല. 18ാമത്തെ എൻ്റെ അശ്വതി അച്ചുനെങ്കിൽ എനിക്ക് സ്വന്തമാക്കണം. അവിടെ ഫോൺ നമ്പർ മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ.
സംസാരത്തിനിടയിൽ എപ്പോഴോ പാലക്കാട് കണ്ണാടിക്കാടെന്നൊക്കെ പറയുന്ന കേട്ട് ഇറങ്ങി തിരിച്ചാ ബ്രോ ഞാൻ ഈ നാട്ടിൽ നിന്ന് അറിഞ്ഞ പിന്നെ അവളെൻ്റെ ഫോൺ എടുത്തിട്ടില്ല. അവൾ ചോദിക്കുന്ന കാശ് ഞാൻ അയച്ചു കൊടുക്കായിരുന്നു അറിയോ. പക്ഷേ രതീഷ എന്നെ ചതിച്ചവൾ ഞാൻ വെറുതെ വിടില്ല. ഒന്നുമില്ലെങ്കിൽ എനിക്കിനി അവിടെ വേണ്ടെന്ന് അവിടെ മുഖത്തോങ്ങി പറയണം, അത്രേ ഉള്ളൂ. അല്ലാതെ യാതൊരു ദുരുദ്ദേശവും ഇല്ല, സത്യം. ആ നന്നായി, തനിയെ വരുത്തി വെച്ച വിനയല്ലേ. പോലീസ് കൂട്ടാൻ്റെ സഹായം നീ പ്രതീക്ഷിക്കണ്ട. നിനക്കറിയോ, അവളെ തേടി കണ്ണാടിക്കാട് പഞ്ചായത്തിൽ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തു. ഇനി ആ കാണുന്ന വീട്ടിൽ നിന്ന് മാത്രമേ പെറുക്കാനുള്ളൂ അരി. ദൂരെ കുന്നിന്റെ മുകളിൽ കാണുന്ന ഒരു ചെറിയ വീട് ചൂണ്ടിക്കാട്ടി കുഞ്ഞുമോൻ പറയുമ്പോൾ രതീഷും ചിരിച്ചു. അതോ ബെസ്റ്റ്. അതോ മറ്റേതാ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് ജീവിക്കുന്ന ശാന്തിച്ച്, അവരുടെ വീടാ അത്. ഇനിയാ വരാകും എൻ്റെ അശ്വതി അച്ചു. ഓ ഗോഡ്, ഇനി അവിടെ മകളോ മറ്റോ ആണെങ്കിലോ എൻ്റെ അശ്വതി അച്ചു. ഒന്ന് പോയി നോക്കിയാലോ. പ്രതീക്ഷയോടെ കുഞ്ഞുമോൻ രതീഷിന്റെ കൈ കവർന്നെടുത്തും ആ കൈ തട്ടിത്തെറിപ്പിച്ച് രതീഷ്, ഒന്ന് പോടാ, ഈ സമയം എവിടേക്ക് പോയ നാട്ടുകാരുടെ നിന്റെ ഇമേജ് അങ്ങ് പോയി കിട്ടും. വേണേ നീ ഒറ്റയ്ക്ക് പോയിക്കോ. കുഞ്ഞുമോൻ ഒറ്റയ്ക്ക് അവിടേക്ക് പറഞ്ഞു വിട്ടിട്ട് രതീഷ് ഇടവഴിയിൽ തന്നെ നിന്നു. കുഞ്ഞുമോൻ വീട് വലം വയ്ക്കുമ്പോൾ ഒരു മുറിയിൽ മാത്രം വിളിച്ചുള്ളൂ കാണെ ആ മുറിയുടെ ജനലിലേക്ക് ആദോർത്തവൻ. ഒപ്പം അശ്വതി കൊടുത്ത നമ്പറിലേക്ക് അവൻ വിളിച്ചു നോക്കി. ഫോൺ ബില്ലടിക്കുന്ന ശബ്ദത്തോടൊപ്പം അകത്തുനിന്നും കുൽസിത പ്രവൃത്തികളുടെ ചൂടൻ ശബ്ദങ്ങൾ അവൻ കേട്ടു തുടങ്ങി. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. ഫോൺ ബില്ലടിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഈ വീട്ടിലാണ് എൻ്റെ അശ്വതി താമസിക്കുന്നത്. മോളെ, ഈ കുന്നിന്മേൽ ശാന്തയുടെ പിടിയിൽ നിന്നെ നിന്റെ കുഞ്ഞുമോൻ ചേട്ടൻ രക്ഷിക്കും. ഞാതാ വന്നു. അവൻ മെയിൻ ഡോറിന്റെ അടുത്ത് നിന്ന് പതിയും തട്ടി നോക്കി. കുറെ കഴിഞ്ഞത് അലസമായി എടുത്ത ചുമന്ന സാരിയിൽ ഒരു സ്ത്രീ വാതിൽ തുറന്നു. അഴിഞ്ഞുളഞ്ഞ മുടി വാരി പുറകിൽ ചുറ്റിക്കെട്ടുന്നിടയിൽ കുഞ്ഞുമോനെ നോക്കിയെന്ന് ശാന്ത ചോദിച്ചു. ആരാ? അത് കസ്റ്റമറുണ്ട്, അത്യാവശ്യമാണ് പുറത്ത് കാത്തിരുന്നു. പിന്നെ കുങ്കുമപ്പൂവും ബദാമും കൊണ്ടുവന്നിട്ടുണ്ടോ? രാവിലെ ബദാമിൽക്കും നൈറ്റ് കുങ്കുമപ്പൂവ് തിളപ്പിച്ച പാലകം കുടിക്കാറ്. ഇടയ്ക്ക് രാഗിക്കുറുക്കും കുടിക്കും. അതായി 48ാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ പയറ് വെറുത്ത പോലെ ഇരിക്കുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം കാമുക പറഞ്ഞത് ടിപ്പാണ്. അല്ല, നീ ഏതൊരു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. രാത്രിയായി കണ്ടുപിടിക്കില്ല. അല്ലെങ്കിൽ ഈ പണിക്ക് കാഴ്ച എന്തിനല്ലേ? ആ പോയി കുങ്കുമപ്പൂവും ബദാം കൊണ്ടുപോവാ, അപ്പോഴേക്ക് അകത്തുള്ള കഴി. പകച്ചിന്നതിൻ്റെ മുമ്പിൽ ശാന്ത വാതിൽ കൊട്ടിയടച്ചു. എൻ്റെ അശ്വതി അച്ചു, അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും? കുഞ്ഞുമോന്റെ നിലവിളി കേട്ട് രതീഷ് അവിടേക്ക് ഓടി വന്നു. എന്താടാ, അവിടെ ഉണ്ടോ? ഒരു പകപ്പോടെ രതീഷ് ചോദിച്ചു. കുഞ്ഞുമോൻ നടന്ന കാര്യങ്ങൾ മുഴുവൻ അവന്റെ മുമ്പിൽ അഴിച്ചു വിട്ടു. കുങ്കുമപ്പൂവ് ചിരി തരിപ്പിൽ കയറി രതീഷ് ശ്വാസം കിട്ടാതെ ചിരിച്ചു മറിഞ്ഞു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് അണ്ടർവെയർ മാത്രം ധരിച്ച രൂപത്തെ ശാന്ത പുറത്തേക്ക് തള്ളിയിട്ട് പുറകെ തന്നെ അയാളുടെ തുണികൾ ഓരോന്നായി ചുരുട്ടിക്കൂട്ടിയ നില അന്തരീക്ഷത്തിലൂടെ പറന്നു വന്നു. ബദാമും കുങ്കുമപ്പൂവും തരാന്ന് കള്ളം പറഞ്ഞു വരുന്ന ഒരുത്തിന് ഈ വീണ്ടും പടിയോട്ടരുത്, ഇറങ്ങി പോടാ. രതീഷ് ആർത്തനഗ്നെ സൂക്ഷിച്ചു നോക്കി. ദൈവമേ, എന്റെ ഇന്നത്തെ കണിയതായാലും കൊള്ളാം. ഹലോ ജോസേട്ടാ, എന്തുണ്ട് വിശേഷം? ഏത് കേസിന്റെ ഒത്തുതീർപ്പ് ഇവിടെ നടന്ന്? വാദപ്രതിവാദം കഴിഞ്ഞ? ശിക്ഷ വിധിച്ച? പ്രതീക്ഷിക്കാതെ രതീഷിനെ കണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് പരിങ്ങി. അത് ഞാനേ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സർവേ എടുക്കാൻ വന്ന. പഞ്ചായത്തിൽ പുതിയൊരു പദ്ധതി രൂപീകരിച്ചു. വെള്ളമുണ്ട് വെള്ള ഷർട്ടും ധരിച്ചുകൊണ്ട് ജോസഫ് പറഞ്ഞപ്പിച്ചു. ആണോ? ഏതാ പദ്ധതി? ഈ പാവസ ഒന്ന് കേൾക്കട്ടെ. അതെ, പോഷകാഹാരക്കുറവുള്ള അവിവാഹിതയായ സ്ത്രീകൾക്ക് കുങ്കുമപ്പൂവും ബദാമും എത്തിച്ചു കൊടുക്കണം. പാല് കലക്കി കുടിക്കാനാ. ജോസ് പറയുമ്പോൾ ഇത്തവണ കുഞ്ഞുമോനാണ് പല്ലടിച്ച്. കുറച്ച് കുങ്കുമപ്പൂവും ബദാമും തേനും കൂടി പാല് കലക്കി കുടിച്ചോ. കണ്ടിട്ട് നല്ല പോഷകാഹാരക്കുറവുണ്ട്. ഈ കാര്യത്തിൽ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കുമല്ലേ? പിന്നെ ഈ പദ്ധതി രൂപീകരിച്ച പഞ്ചായത്തല്ല, ഞാനാ. അതും പറഞ്ഞ് കരഞ്ഞു മെഴുകുന്ന കുഞ്ഞുമോനെയും കൂടി രതീഷ് അവിടെ നടന്നു നീങ്ങി. ആ വിട്ടുകളാ, നിനക്കുള്ളവൾ സമയമാകുമ്പോൾ നിന്റെ അടുത്തേക്ക് തന്നെ വരും. അതുകൊണ്ട് കണ്ണി കണ്ട് ഉടായിബന്ധങ്ങൾ പോയി ചാടാൻ സൂക്ഷിക്കുന്നേ. നാട്ടിൽ പോകുമ്പോൾ ഒരുമിച്ച് പോവാം. അതുവരെ നീ നാട്ടിൽ തന്നെ കഴിയാം. കുഞ്ഞുമോനെ സമാധാനിപ്പിച്ച് അവൻ താമസിക്കുന്നത്തേക്ക് അയച്ചു രതീഷ്. അടുത്ത ദിവസം പുതിയ വാടക വീട്ടിലേക്ക് അബ്ദുള്ളക്കൊപ്പം എത്തിയതാണ് രതീഷ്. സാറിന് വീട് ഇഷ്ടമായോ? ഞാൻ ആ വളവിനപ്പുറം താമസം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ രാമേട്ടനോട് പറഞ്ഞാൽ മതി. നന്ദിനി വലുതായ ശേഷം വീണ്ടും ഈ ഭാഗം ആർക്കും വാടക കൊടുക്കലായിരുന്നു രാമേട്ടൻ. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നേ. പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടല്ലേ. പക്ഷെ സാറിനാണെന്ന് പറഞ്ഞപ്പോൾ രാമേട്ടനും വല്ലാത്ത സന്തോഷമായി. ആ ഗുണ്ടബീനെ ഇപ്പോഴും അവൾക്ക് പേടിയാ. സാറിലുള്ള അവൾക്ക് ധൈര്യം. അന്ന് ഒറ്റയടിക്ക് വീഴ്ത്തി കളഞ്ഞില്ലേ സാറ്? ഈശ്വര, തൃപ്തിയായി. എൻ്റെ നട്ടിൽ മിക്കവാറും അവൻ ചവിട്ടി ഒടിക്കും. എന്താ സാറേ, എന്താ പറഞ്ഞേ? ഏയ്, ഗുണ്ടബിന് വരട്ടെ എന്ന് പറഞ്ഞാ. ഞാനിവിടെ ഉള്ളപ്പോ ഒരുതിന് വീടിൻ്റെ പടിയടക്കില്ല. അല്ലബ്ദുക്ക, ഇവിടെ എന്തെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട് ഇവിടെ, പക്ഷെ രാത്രി അവിടെ ആരും കാണില്ല. പിന്നെ പുഴയിലെപ്പോഴും ചങ്ങാട വെള്ളമൊക്കെ ഉണ്ടാവും. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ സ്വയം തുഴഞ്ഞ് അക്കരെ പോകാം. ഇവിടെ ഉള്ളവർക്ക് അതൊക്കെ ശീല. പുലർക്കാലത്തണുപ്പിൽ കണ്ണുകളടച്ച് മൂരി നിവർന്നുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു കയറ്റിയവന്റെ മൂക്കിൽ തുളഞ്ഞു കയറി നല്ല ഉണക്കമീൻ വറുക്കുന്നതിന്റെ വാസനയായിരുന്നു. ചാടി എഴുന്നേറ്റ് ജനൽ വഴി അവൻ പുറത്തേക്ക് നോക്കി. മൊത്തം ഒരു പുകമയം. എണ്ണക്കുള്ളിൽ കിടക്കുന്ന ഉണക്കമീൻ നന്നായി പുകഞ്ഞു കയറുന്നുണ്ട്. ചട്ടുകം വെച്ച് ഇളക്കുന്നതിനോടൊപ്പം നമ്മുടെ നന്ദിനി ഒച്ചത്തിൽ ചുമക്കുന്നുണ്ട്.
ഇതെന്താ ദേവലോകം? ഇവൾക്ക് ഭ്രാന്തായോ? നീ വീട് കത്തിക്കോ? അവസാനം അവനൊന്ന് അലറി നോക്കി. അവൾ തിരിഞ്ഞു പോലും നോക്കാതെ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു, തന്നോട് ഈ ചാനൽ തുറക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലോ? ഇത് ഞങ്ങളുടെ അടുക്കളയാ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. താനെന്നോ രാവിലെ തന്നെ കണി കാണാൻ പാകത്തിന് മുന്നിൽ വന്നിരുന്നോ പോരാ, മെക്കിട്ട് കയറാൻ വരുന്നോ? അതൊരു പോലീസുകാരനോട്. ഇത്തവണ നന്ദിനി ചട്ടുകുമായും തിരിഞ്ഞു നോക്കി. ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നവർ ഷർട്ട് ധരിച്ചില്ലെന്ന് കാണെ അവൾ അതേ സ്പീഡിൽ തിരിഞ്ഞു. അയ്യേ, ഇയാൾക്ക് നാണല്ലേ? ഒരു എടുപ്പെടുത്തിടാൻ പാടില്ലേ? അതെ, പോലീസും പട്ടാളൊക്കെ അങ്ങ് സ്റ്റേഷനിൽ. ഇതെന്റെ വീടാ, ഈ നന്ദിനിയുടെ വീട്. എന്റെ വീട് ഞാൻ പുകക്കും കരിക്കും, ചിലപ്പോൾ കത്തിക്കും. എന്നാലും തുണിയിലാ നിൽക്കടി, അതാ എനിക്ക് കൂടുതൽ സൗകര്യം. അത് ആവശ്യത്തിന് താൻ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. പോയി ഷർട്ട് ഇടാ ശിക്കാരി ശംഭു. അവൻ സ്വയം കുനിഞ്ഞ് തന്റെ ദേഹത്തേക്ക് നോക്കി. അയ്യേ, നാണില്ലാത്തവള്. സത്യം പടി, എന്റെ ബോഡി ഷോ കാണാൻ പാകത്തിന് നീ ഇന്നലെ വൈകിട്ട് ചുമര് വരുന്ന ഫിറ്റ് ചെയ്ത ജനലല്ലേ ഇത്? അല്ലെങ്കിൽ തന്നെ അടുക്കള ചുമരിൽ ആരെങ്കിലും ബെഡ്റൂം ജനൽ ഫിറ്റ് ചെയ്യോ? ഇത് നീ മനഃപൂർവ്വം ചെയ്താ? അയ്യടാ, കാണാൻ പറ്റിയൊരു കോലം. ജനലൊന്നും ഞാനാണോ? അത് തുറക്കാൻ തന്നെ ഈ ഉരുട്ടിക്കയറ്റിയ ബോഡി ആരും കാണില്ല. ശിക്കാരി ശംഭു, ഒന്ന് പോടും. ആരടി നിന്റെ ശിക്കാരി ശംഭു? കാണിച്ചാടി നിനക്ക് ഈ രതീഷ് ആരാന്ന്? കേട്ടിട്ടുണ്ട്. ദിവസവും രാവിലെ ഈ വഴക്ക് പതിവായി. എങ്കിലും മുടങ്ങാതെ അവനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, ധൃതിയിൽ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങുന്നതിന് ഫുഡ് വിളമ്പി കൊടുക്കുന്നതൊക്കെ നന്ദിനി തന്നെയാണ്. രാമേട്ടൻ വെളുപ്പിന് ചായക്കടയിലേക്ക് പോകും. വരുമ്പോൾ വൈകുന്നേരമാവും. മിക്കപ്പോഴും കീരിയും പാമ്പോലെ വഴക്കിടുന്നവരിൽ ചില ദിവസങ്ങളിൽ മാത്രം മൗനമായൊരു പുഞ്ചിരി ഉണ്ടാവുമായിരുന്നു. വഴക്കിടാൻ വാക്കുകൾ കിട്ടാതെ പരസ്പരം നോട്ടമെറിഞ്ഞ് ഒഴിഞ്ഞു മാറിയും ഇരുവരും മൗനത്തെ കൂട്ടുപിടിച്ചു. ധൃതി കൂട്ടി ഇറങ്ങുന്നവന് മറക്കാതെ ഫോണും തൊപ്പിയും പേഴ്സും ഒക്കെ എടുത്തു കൊടുക്കുന്നു ചില ദിവസങ്ങളിൽ അവൾ തന്നെയാണ്. സ്റ്റേഷനിലേക്ക് ഇറങ്ങുമ്പോൾ വാതിൽക്കൽ വന്ന് നിൽക്കുന്നവൾക്ക് നേരെ ഒരു നോട്ടം കൊണ്ട് അവൻ യാത്ര പറയുമ്പോൾ പോയിട്ട് വേഗമായി അവൾ പറയാതെ പറയുമായിരുന്നു, ശിക്കാരി ശംഭു, നേരെ ഒത്തിരിയായി, ഇന്ന് പോകണ്ടേ? ജനലിൽ തുടർച്ചയുള്ള കൊട്ടുകേട്ടാണ് രതീഷ് ഉണർന്നു. ഇവളെ ഇന്ന് ഞാൻ നിന്നോട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേടി കോപ്പേ, ഞാൻ അങ്ങോട്ട് വരിക, ജീവമാണി ഓടി രക്ഷപ്പെട്ടോ നീ പറഞ്ഞുകൊണ്ട് കട്ടിൽ നിന്ന് അവൻ ചാടി എഴുന്നേറ്റതും നന്ദിനി അടുക്കള വരാന്തയിലേക്ക് ഓടിയിറങ്ങി. ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി ഓടിയവൻ മെയിൻ ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും നന്ദിനി വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ചാടി ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. പുറകെ തന്നെ രതീഷും വെച്ച് വിട്ടു. നിൽക്കടവിടെ. ഇല്ല, അവൾ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഓടി. അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരു ഒച്ചപ്പാടും ബഹളവും നിലവിളിയിരുവരും കേട്ടത്. രതീഷ് നന്ദിനിയും മുഖത്തോട് മുഖം നോക്കിയൊരു നിമിഷം പകച്ചിരുന്നു. അതാരടി? മുണ്ടൊന്ന് മടക്കി കുത്തി അവിടേക്ക് നോക്കി അവൻ ചോദിച്ചു. പുതിയ വാടക്കാരൻ, അവിടെ താമസിക്കുന്ന ചേച്ചി സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് അയാളുടെ കുഞ്ഞിനെയും കൊണ്ട് ഈ കള്ളുടീൻ്റെ കൂടെ ഇറങ്ങി വന്ന. ഇപ്പം ആ ചേച്ചി രണ്ടാമത് ഗർഭിണിയാണ്. ടൗണിലേതോ സ്വർണ്ണക്കടയിൽ വാച്ച്മാൻ അയാൾ. ജോലിക്ക് പോയ ഒരാഴ്ച കഴിഞ്ഞ് വരാറുള്ളൂ. പക്ഷെ വന്ന രാവിലെ തന്നെ മൂക്കുമുട്ടെ കള്ളും കുടിച്ച് ആ ചേച്ചിയും മോനെ എടുത്തിട്ട് അടിക്കും. നീ ഫുഡ് എടുത്ത് വെക്ക്, എനിക്ക് പോകാൻ സമയമായി. ഇത്രയും പറഞ്ഞിട്ടും വലിയ മൈൻഡിൽ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നവനെ തെല്ലൊരു ദേഷ്യത്തിൽ നോക്കി നന്ദിനി. അതെ, ധീരനായ എസ് ഐ അല്ലേ, പോയി ചോദിക്കരുതോ? പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ. ഭർത്താവിനെ കളഞ്ഞ് ഏതൊരുത്തൻ്റെ കൂടെ ഇറങ്ങി വന്നപ്പോൾ അവൾ ഓർക്കണമായിരുന്നു, പഴയതിലും മെച്ചപ്പെട്ട ജീവിതം പ്രതീക്ഷിച്ച് വന്നല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കട്ടെ. ഇനി ഞാൻ പോയി ചോദിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ. എന്നിട്ട് വേണം അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കൂട്ടാൻ. അവസാനത്തെ ഡയലോഗ് അവൻ പതിയാണ് പറഞ്ഞു. അതെ, ലാസ്റ്റ് പതിയെ പറയാൻ കേട്ടോ പേടി തന്നെ ശിക്കാരി ശംഭു. അലറി അടുത്തവൻ തിരിഞ്ഞടന്ന് അവളുടെ വലത് കൈ പിടിച്ചെടുത്ത് അവളുടെ തന്നെ പുറകിലേക്ക് വളച്ചു പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്ത് നിർത്തി. വേദനിക്കുന്നു. ഇനി നീ അങ്ങനെ വിളിക്കൂടി എന്നെ? വിളിക്കും. ആ നിങ്ങൾ ധരിശാലും തെളിക്കും. വേദനിക്കണോ? ഓഹോ, വെല്ലുവിളിക്കുകയാണോ? തെളിയിച്ച ഞാൻ എന്നെ വിളിക്കില്ല, സത്യം. അത് മാത്രം പോരാ, തെളിയിച്ചാൽ എസ് ഐ രതീഷ് പറയുന്നെങ്കിൽ നീ കേൾക്കേണ്ടി വരും. സമ്മതാണോ? ചോദിച്ചുകൊണ്ട് കൈയുടെ മുറുക്കവൻ അല്പം കൂട്ടി. സമ്മതിക്കാം, പ്ലീസ്. പിടിവിട്. പോയിന്റെ ഒരു ഷർട്ട് എടുത്തിട്ട് വാ. അവളിലെ പിടിവിട്ടുണ്ടാവും പറഞ്ഞു. അതെ, കറിക്കത്തി കൂടി എടുക്കട്ടെ ഒരു സേഫ്റ്റിക്ക്? അതൊന്നും വേണ്ട, എന്റെ ഫോൺ കൂടി കയ്യിലെടുത്ത് വെച്ചോ. അവളോട് വലിയ വീമ്പ് പറഞ്ഞുവെങ്കിലും അടുത്ത വീട്ടിലേക്ക് നോക്കിയ രതീഷ് ഒന്ന് പതറി. ആചാന ബഹുവായ ഒരുത്തൻ, പക്ഷെ അധികം പ്രായമൊന്നുമില്ല. ദൈവമേ, എനിക്കുള്ള പണി ചങ്ങാടം തുഴഞ്ഞിട്ടായാലും വരുന്നുണ്ട്. ഇന്ന് എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. നന്ദിനി കൊണ്ടുവന്ന ടീഷർട്ട് വാങ്ങി തലയിലൂടെ ഇട്ടുകൊണ്ട് അവൻ അടുത്ത വീട്ടിലേക്ക് നടന്നു. പുറകെ അവളും നടന്നു. നോക്കുമ്പോൾ കണ്ടു, ആ സ്ത്രീ പൂർണ്ണ ഗർഭിണിയാണ്. ഇതിനോടെ അയൽവാസികളൊക്കെ അവിടെ കാഴ്ചക്കാരായി തടിച്ചുകൂടിയിരുന്നു. അയ്യോ, എന്റെ അമ്മയൊന്നും ചെയ്യില്ലേ മാമ, അമ്മ പാവ, അമ്മേന്റെ വയറ്റി കുഞ്ഞാൻ വേണ്ടി. തന്റെ അമ്മയെ രണ്ടാനച്ച് ഉപദ്രവിക്കുന്ന കാണെ 5 വയസ്സുകാരനെ എങ്ങലടിച്ച് കരയുകയാണ്. കൂടിയുന്നവരുടെ നോട്ടം സംഭവസ്ഥലത്തേക്ക് നടന്നെടുക്കുന്ന രതീഷിലേക്ക് നീണ്ടു. അവനെ അയാൾക്കടുത്തേക്ക് പതിയെ നടന്നിരുന്നു. അതെ, ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആ പാവം ചേച്ചി ഉപദ്രവിക്കുന്നത്? 2 അടി മാറിയെന്നോടെ രതീഷ് ചോദിക്കുന്നു. പക്ഷെ അയാൾ തിരിഞ്ഞ് രതീഷിനെ നോക്കി. നീ ആരടാ എന്റെ കുടുംബകാര്യത്തിലടാ വിടാൻ? ഇത്രയും പേര് നോക്കിക്കുമ്പോ നിനക്ക് മാത്രം എന്താടാ എല്ലിനിടെ കുത്തുന്നോ? മാറിക്കടാ. ആ സ്ത്രീയുടെ കഴുത്തിലെ പിടിവിടാതെ തന്നെ അയാൾ ആക്രോശിച്ചു. സാഹിത്തെ, അത് നമ്മുടെ പുതിയ എസ് ഐ. നിനക്കാളെ ശരിക്കും അറിയില്ല. നമ്മുടെ ഗുണ്ടബിനുവിന്റെ നാട്ടിൽ ഒറ്റ ചവിട്ടിന് പൊട്ടിച്ചവനാ. നിനക്ക് ഇപ്പൊ കിട്ടും, നോയിക്കോ. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ അനാവശ്യമായി പിരികേറ്റുന്ന കേൾക്കിയ രതീഷ് നാവടിച്ചു. ഒന്നും മിണ്ടാതിരിക്കുക ചേട്ടാ, എന്റെ ചരമ പോസ്റ്റർ മതിലൊട്ടിക്കുന്നത് നിങ്ങൾ കാണണമല്ലേ?
കണ്ണാടിക്കാട്ടിൽ എസ് ഐ അല്ലേ? ഇവിടെ എസ് ഐ ആയിരുന്നമാരൊക്കെ ബോറടി കാരണം നാട് വിട്ട കഥ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും ഗുണ്ടബിനൊക്കെ അങ്ങ് സജീവമായത്. ഗുണ്ടബിന് കിടപ്പിലായി. ആ സ്ഥാനത്തിന് ഞാനാ. ഇനി ഒരു പോലീസുകാർക്ക് ഇവിടെ ബോറടിക്കില്ല. നീ വാടാ എസ് ഐ മോനെ, നിനക്ക് ശരിക്കുള്ള പോലീസ് പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗുണ്ടബിന് കിടപ്പിലായി എന്നറിയാൻ ചെറിയ സന്തോഷമൊക്കെ തോന്നിയെങ്കിലും സൈത്തിന്റെ വെല്ലുവിളിക്കുമ്പിൽ അവനൊന്ന് പതറി. നിങ്ങൾക്ക് നാളെ ഇങ്ങനെ നോക്കിക്കാൻ പോയി അടിച്ചവൻ അടപ്പിൽ തെറിപ്പിക്കാൻ പാടില്ലേ? ആണുങ്ങളെ കുറച്ച് തൻ്റെയോടൊക്കെ വേണം. ചുമ്മാ പെണ്ണുങ്ങളോട് വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല. നന്ദിനിയുടെ കളിയാക്കൽ കൂടിയായതും രതീഷ് ആകെ അപമാനിതനായി. അവൻ പതിയെ നടന്ന് സൈത്തിന്റെ കയ്യിൽ കടന്നു പിടിച്ചു. അപ്പോഴയാളുടെ കയ്യിൽ കടന്ന് ഗർഭിണിയായ സ്ത്രീ പിടയുന്നുണ്ടായിരുന്നു. രതീഷ് സ്വയം മറക്കുന്നതായി അവന് തന്നെ തോന്നി. ചോര തിളച്ചു മറിഞ്ഞുകൊണ്ടൊരു മാറ്റം തന്നിൽ ഉടലെടുക്കുന്ന പോലെ. ആഞ്ജനേയാ, ഡോ അവളിടോ, നിനക്ക് ഞാൻ ആരാന്നറിയില്ല. നിന്നെ തൂക്കിയെടുത്ത് ലോക്കപ്പിലിടും ഞാൻ, എന്നിട്ട് ഇടിച്ച് നിന്റെ പാരിപ്പെടുക്കും. സൈത്തിന്റെ ഷർട്ടിന്റെ കോളിൽ പിടിമുറുക്കി രതീഷ് പറഞ്ഞു. നിന്ന് ചിലക്കാൻ മാറിപ്പോടാ. അയാൾ രതീഷിനെ നെഞ്ചിൽ പിടിച്ച് ആഞ്ഞെള്ളിയതും അവൻ പുറകിലേക്ക് വേച്ചുകൊണ്ട് നിലത്തേക്ക് മലന്നടിച്ച് വീണുപോയി. ആ നിമിഷം തന്നെ ഗർഭിണിയായ സ്വന്തം ഭാര്യയ്ക്ക് നേരെ തല്ലാനായി കൈ ഉയർത്തി. ഒന്ന് നോക്കാൻ നന്ദിനി അയാൾക്ക് അടുത്തേക്ക് ഓടി. ഒപ്പം 5 വയസ്സുകാരൻ തന്നെ അമ്മയെ രക്ഷിക്കാൻ വീറോടെ അയാളുടെ അടുത്തേക്ക് പാഞ്ഞു. ആ സ്ത്രീയുടെ പിടിവിട്ട് നന്ദിനിയുടെ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ ആ കുഞ്ഞുകുട്ടിയെ പുറങ്കാലം കൊണ്ട് തൊഴിച്ച് ദൂരേക്ക് എറിഞ്ഞിരുന്നു സജിത്ത്. കുഞ്ഞ് ചെന്ന് വീണ് രതീഷിന്റെ അടുത്താണ്. നിലത്ത് കിടന്ന കല്ലിൽ കുഞ്ഞിന്റെ തലയടിച്ച് ചോര പൊടിയുന്ന കാണെ സജിത്തിന്റെ ശരീരം ഒന്ന് വിറച്ചു. പോലീസ് യൂണിഫോം അണിഞ്ഞ് തലയെടുപ്പോടെ നിൽക്കുന്ന അച്ഛന്റെ രൂപം കണ്ണിന്റെ മുമ്പിൽ തെളിഞ്ഞ നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ചൊന്ന് തുറന്നു അവൻ. നിലത്തുനിന്നും ചാടി എഴുന്നേറ്റവന്റെ ഭാവം കണ്ട് എല്ലാവരും പുറകിലേക്ക് മാറിയെന്ന് പോയി. പോലീസ് ജീപ്പ് മോയ എന്ന പ്രവീണും അതിനുള്ളിലിരുന്ന അബ്ദുള്ളയൊക്കെ ജീപ്പിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. വിവരമറിഞ്ഞ് പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഓടിക്കൂടി. സൈത്തിന് നേരെ പാഞ്ഞ രതീഷ് അയാളുടെ മുതുകിൽ ആഞ്ഞു തൊഴിച്ചതും നന്ദിനിയുടെ പിടിവിട്ട് അയാൾ നിലത്തേക്ക് കമിഴ്ന്നടിച്ച് വീണു. മറുവശത്തേക്ക് ആഞ്ഞുപോയ നന്ദിനിയെ താഴെ വീഴാതെ രതീഷ് പിടിച്ച് നേരെ നിർത്തി. നിലത്തുനിന്ന് വേച്ച് എഴുന്നേറ്റ സൈത്തിന്റെ നേരെ പാഞ്ഞെന്നവൻ അയാളെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചു. ആ രംഗം നന്ദിനി അബ്ദുള്ളയൊക്കെ ഭയത്തോടെ നോക്കി നിന്നു. അടികൊണ്ട് ആവശ്യനായ സൈത്തിന്റെ ഷർട്ടിന്റെ കോൾ തൂക്കിയെടുത്ത് പോലീസ് ജീപ്പിനടുത്തേക്ക് പാഞ്ഞു അവൻ. ജീപ്പിനുള്ളിലേക്ക് അയാളെ വലിച്ചെറിഞ്ഞ ശേഷം അവൻ നടന്നു ചെന്ന അമ്മയുടെയും മകന്റെ അടുക്കിലേക്കാണ്. എരിചട്ടിയിൽ നിന്ന് വറചട്ടിയിലേക്കെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു പങ്കാളിയെ ഉപേക്ഷിച്ച് മറ്റൊരു പങ്കാളിയുടെ കൂടെ നാടും വീട്ട് ഉപേക്ഷിച്ച് ഒരു കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് അത് എന്ത് തന്നെയായാലും എടുത്തിയാടുന്നതിന് മുമ്പ് കണ്ണുറന്ന് സമൂഹത്തെ ഒന്ന് നോക്കി കാണുക. നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ ഇതിൽ നല്ല വേറെ ഉണ്ടാവും. കാറ്റുപോലെ അകത്തേക്ക് പോയാൻ അല്പസമയത്തിനുള്ളിൽ പോലീസ് യൂണിഫോമിൽ തിരികെ വരുമ്പോഴും നാട്ടുകാർ പഞ്ചപുച്ഛമടക്കി ബഹുമാനത്തോടെ ഒതുങ്ങി തന്നെ നിന്നു. അപ്പോഴേക്കും സൈത്തിന്റെ കയ്യിൽ അബ്ദുള്ള വിലങ്ങണിച്ചിരുന്നു. രതീഷിന്റെ നെറ്റിയുടെ ഒരു വശം മുറിഞ്ഞ് ചോരൊലിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച നന്ദിനി ആകെയൊന്ന് ഉലച്ചു. അകാരണമായ ഒരു നോവ് തന്റെ ഹൃദയത്തെ ചുട്ടുപൊള്ളിക്കുന്ന അവൾ തിരിച്ചറിഞ്ഞു. പറഞ്ഞുപോയ വാക്കുകളും അവന്റെ ദേഹത്തെ മുറിവും അവളെ ഒരുപോലെ തളർത്തി. അപ്പോഴും തന്നെ ഒരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിക്കാതെ ഗൗരവത്തോടെ ഇരിക്കുന്നവനെ അവൾ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. അന്നത്തെ ദിവസം അല്പം നേരത്തെ വീട്ടിലെത്തി രതീഷ് മുറിയിൽ കയറി യൂണിഫോം ഷർട്ട് അഴിച്ച് ചുമരിൽ ഹാങ് ചെയ്യുമ്പോൾ തന്റെ പുറകിൽ ഒരുവളുടെ സാന്നിധ്യം അവൻ തിരിച്ചറിഞ്ഞിരുന്നു. തിരിഞ്ഞു നോക്കിയതും കണ്ടു കയ്യിലൊരു പ്ലാസ്റ്റിക് ബോക്സുമായി മുഖം കുനിച്ച് നിൽക്കുന്ന നന്ദിനിയെ. അവനവളുടെ അടുത്തേക്ക് നടന്നു. എന്താണ് ഇത്? ഞാൻ ഈ മുറിവ് ഡ്രസ്സ് ചെയ്തിട്ടെ. വേണ്ട, ഞാൻ മരുന്ന് കിട്ടി. ആ പോയിക്കോളും, നീ ചെല്ല്. തീർത്തും ഒഴിവാക്കി പിന്തിരിയുന്നവനെ അവൾ കരഞ്ഞുകൊണ്ട് പുറകിലൂടെ കെട്ടിപ്പുണർന്നു. സോറി, ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഒരാക്രമണം നടക്കും പോലീസിനെ വിളിക്കുന്നതിന് പകരം നിങ്ങൾ ഞാൻ അവിടേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടു. പാടില്ലായിരുന്നു, എൻ്റെ തെറ്റാ. അതുകൊണ്ടല്ലേ ഇയാൾക്ക് മുറിവുണ്ടായത്. പിന്നെ ഞാൻ ആരാടി? അങ്ങനെ ചോദിച്ചെങ്കിലും ഇത്രയും കാര്യമായൊരു സീൻ നടക്കുമ്പോൾ രതീഷാകെ തണുത്ത് ഉറച്ചുപോയി. ഒരു പെണ്ണ് ആദ്യമായി തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്പനേരം കണ്ണുകൾ മുറുകിയടച്ച് അങ്ങനെ തന്നെ നിന്ന ശേഷം അവൻ ആഞ്ഞു നിശ്വസിച്ചു. അവളെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകളിലേക്ക് പതിയെ മുഖം കുനിച്ച് നോക്കിയവൻ. എന്താണ് നിനക്ക് മൊത്തത്തിലൊരു മാറ്റം? മാപ്പറച്ചിലാണോ? രാവിലെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയതല്ലേ? ഞാൻ ധൈര്യശാലിയാണ് തെളിച്ച നീ എന്ത് ചെയ്യുന്ന എന്നോട് സമ്മതിച്ചു. അത് പിന്നെ ഇയാൾ പറയുന്ന എന്തായാലും കേട്ടോളാന്ന്. ആണോ? ദെൻ കിസ് മീ. ആദ്യം ഒന്ന് പാച്ച നന്ദിനിയാണ്. പക്ഷെ പിന്നീട് പാച്ച ബാല്യം കണ്ട രതീഷായിരുന്നു. കിസ് ചോദിക്കുമ്പോൾ ഒരു അടി പ്രതീക്ഷയെടുത്ത് നന്ദിനി കൊച്ചി കയറി എസ് ചെക്കനെ ലിപ് ലോക്ക് ചെയ്തു. ആദ്യത്തെ പകപ്പൊക്കെ മാറിയോന്ന് ഏതോ ഒരു അവസരത്തിൽ അവനവളെ തിരികെ ചുംബിച്ചു. അതെ രതീഷ് ബ്രോ, രാവിലെ ആക്ച്വലി എന്താ ഉണ്ടായി? ബെല്ലും ബ്രേക്കില്ല കയറി വന്ന കുഞ്ഞുമോൻ പറത്തിവിടാൻ കിളികളൊന്നും ബാക്കിയില്ലാതെ വിഷമിച്ചു. എന്താ ഞാൻ ഈ കാണുന്നത്? എന്റെ ലിപ് ലോക്ക് പരമ്പര ദൈവങ്ങളെ, ചുണ്ടും ചുണ്ടും. അവനന്നേരം ട്രെയിനിൽ വെച്ച് താൻ രതീഷിനോട് പറഞ്ഞ കാര്യമാണ് ഓർമ്മ വന്ന്. ലിപ് ലോക്ക് എന്താന്ന് പോലും അറിയാത്ത നീയൊക്കെ ഒരാണാണോടാ. ആ ഓർമ്മ വന്നതും അതേ ഓർമ്മയിൽ പെടലിയൊന്നൊഴിഞ്ഞ കുഞ്ഞുമോൻ. നീണ്ട 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുതുതായി നിർമ്മിച്ച കണ്ണാടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഉദ്ഘാടനത്തിന് വിശിഷ്ടാതിഥിയായിട്ട് എത്തിയതാണ് രതീഷ്.
രണ്ടു വാക്ക് സംസാരിക്കാനും സ്റ്റേജിലേക്ക് കയറിയവന്റെ കണ്ണിലെ നീർത്തിളക്കം ആരും കാണാതിരിക്കാൻ അവൻ നന്നേ പ്രയാസപ്പെട്ടു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ ശരിയായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയാണ് രതീഷ്. സ്റ്റേജിൽ കയറി കണ്ണുകൾ അടച്ചു പിടിച്ച ഒരു നിമിഷം അവനങ്ങനെ നിന്നു. എന്ത് വിചിത്രമാണ് ജീവിതം അല്ലേ? നാം സ്വപ്നങ്ങളുടെ സ്ഥാനത്ത് ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നമ്മൾ എത്തിപ്പെട്ട സ്ഥാനത്തെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുമ്പോൾ അതിന് മറ്റൊരു സുഖമുണ്ട്. വീട്ടിൽ നിന്ന് അമ്മയോട് വഴക്കിട്ട് ഇഷ്ടമില്ലാത്ത പോലീസ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ ജീവിതയാത്രയിൽ പിന്നിലേക്ക് കടന്നുപോയ രസകരമായ നിമിഷങ്ങളെ അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന എല്ലാവരെയും നോക്കി പുഞ്ചിരി തൂവുമ്പോൾ ആ നാടവന് തിരികെ നൽകിയത് ആരവങ്ങളും ആർപ്പുവിളികളുമായിരുന്നു. അതിനു ബദലായി കൈകൾ കൂപ്പിയ ശേഷം അവൻ പറഞ്ഞു തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല റോൾ മോഡലല്ല. ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില നല്ല നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാവണം നിങ്ങൾ എനിക്ക് ധീരൻ എന്ന സ്ഥാനം തന്ന് നെഞ്ചിലേറ്റിയത്. ചിരിക്കാനും കരയാനും എളുപ്പം കഴിയും നമ്മൾ മനുഷ്യർക്ക് ചില അവസരങ്ങളിൽ ഭീരുവാവാനും ധീരനാവാനും സാധിക്കും. ഭയം എൻ്റെ മനസ്സിലുമുണ്ട്. പക്ഷേ ധീരനായ ഒരു അച്ഛൻ വളർത്തിയ മകനായതുകൊണ്ടാവണം അനീതി ആക്രമണങ്ങളും കാണുമ്പോൾ പുറകിലേക്ക് ഉൾവലിഞ്ഞ അതേ സ്പീഡിൽ തന്നെ ഞാൻ മുന്നോട്ട് കുതിച്ചിട്ടുണ്ടാവുക. എൻ്റെ ഏറ്റവും നല്ല വശം നിങ്ങൾ കാണാനിടവരുത്തിയ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. പിന്നീട് അവൻ നോക്കിയൊരു കൂട്ടം വിദ്യാർത്ഥികളെയാണ്. വർഷങ്ങൾ ശരവേഗം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനൊപ്പം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. പുതിയ തലമുറ പഴയ തലമുറയായി മത്സരിക്കും. സ്വയം കേമന്മാരാണെന്ന് വിശ്വസിക്കും. മനസ്സിലാക്കേണ്ടത് ആരും മോശക്കാരല്ല എന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വീട്ടുകാർ നല്ലൊരു ബന്ധം കൊണ്ടുവരുമ്പോൾ പഴകി നോക്കാതെ യുവാത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ലിവിംഗ് റിലേഷനിലേക്ക് പോകുന്ന നമ്മുടെ ജനറേഷൻ തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് വഴി മിനിറ്റുകൾ കൊണ്ട് സൗഹൃദം കണ്ടെത്തുന്നത്. ആ പറഞ്ഞതിന് പഴകി നോക്കേണ്ട കാര്യമില്ല പോലും. തട്ടമിട്ട കുട്ടി വന്ന് പരസ്യം ചെയ്താൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കണ്ണുമുട്ടി വിശ്വസിക്കാമെന്ന മെസ്സേജാണ് ഇവറ്റകൾ പുതിയ ജനറേഷൻ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. കാരണം പഴയ തലമുറ ആ തട്ടത്തിനൊരു മഹത്വം കണ്ടിരുന്നു. ഇന്നും അത് നിലനിർത്തുന്നു. അതും മുതലെടുക്കുന്ന ചിലർ. സ്ത്രീ സമത്വത്തിന് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അനീതികൾക്കും അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ തുറന്നാൽ കാണുന്നത് ഇനി പെൺകുട്ടികളോട് ചാറ്റ് ചെയ്യാൻ ആൺകുട്ടികൾക്ക് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുന്ദരി വന്നിരുന്ന് പ്രസംഗിക്കുന്ന പരസ്യമാണ്. എന്താല്ലേ ഈ കുരുട്ടുബുദ്ധികൾക്ക് പിന്നിലും പഴയതോ പുതിയതോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നമ്മൾ മനുഷ്യന്മാർ തന്നെയല്ലേ? പഠിക്കുമ്പോഴും പഠിച്ച് നല്ല ജോലി നേടുമ്പോഴും കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ജീവിതത്തിൽ ഉന്നതികളിൽ എത്തുമ്പോഴും ഒരു കാര്യം മറക്കാതിരിക്കുക. നമ്മൾ പിടിച്ചടക്കിയതൊക്കെയും ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്. പ്രലോഭനങ്ങളിൽ വീഴാതെ നല്ലൊരു പൗരനായി വളരുക. ഈ കുഞ്ഞു ഗ്രാമത്തിന്റെ വികസനങ്ങളിൽ ചെറിയ തോതിലെങ്കിലും സ്വാധീനം ചെലുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരും അനുവദിച്ചു തന്നുകൊണ്ടാണ്. സോ നിങ്ങൾ ഓരോരുത്തരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. രതീഷ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതേ ആരവങ്ങളും ആർപ്പുവിളികളും അവന് തുണയായിട്ടുണ്ടായിരുന്നു. സ്റ്റേജിന്റെ തൊട്ടുമുന്നിൽ അവന്റെ അമ്മ മാലതിയും നിറകണ്ണുകളോടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാമുവേട്ടൻ തന്റെ മകളുടെ കൈപിടിച്ച് രതീഷിനെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മിഴിയും മനവും ഒരുപോലെ നിറഞ്ഞു. നന്ദിനിക്ക് സെക്രട്ടേറിയറ്റിൽ PSC വഴി ജോലി ലഭിച്ചു. തിരുവനന്തപുരത്തുകാരായ രതീഷിന്റെ പാതിയായി അവന്റെ നാട്ടിലേക്ക് മടങ്ങിയാണ് നന്ദിനി. കണ്ണാടിക്കാട് ഇന്ന് വെറുമൊരു കുഗ്രാമമല്ല. രതീഷ് ഉൾപ്പെടെയുള്ള സന്മനസ്സുകളുടെ പരിശ്രമത്തിന്റെ ഫലമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല ആശുപത്രികളും കൂടാതെ അക്കരയ്ക്ക് പോകാൻ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏറെയുണ്ടിപ്പോൾ. രതീഷിന്റെ നെഞ്ചോട് ചേർന്ന് ബോട്ടിൽ അക്കരയ്ക്ക് പോകുമ്പോൾ നന്ദിനി തന്റെ കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കി. വിട്ടിട്ട് പോവുകയല്ല, എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. കുഞ്ഞു നന്ദിനികളും രതീഷുമാരും ഒത്തിരിയുണ്ട് അവിടെ. എങ്കിൽ പോലും ചെത്തുകാരൻ വാസുവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസും നമ്മുടെ കുന്നിന്മേൽ ശാന്തയും അബ്ദുക്കയും പോലീസ് സംഘവും ആൽമരച്ചോട്ടിലെ വനമുത്തിയുമെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ണാടിക്കാടിന് കൂട്ടായി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്